Whitestone Academy മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസിലായിട്ട് സീരിയസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ് ഗ്രാമറിലെ പ്രിപ്പോസിഷനെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്താണ് പ്രിപ്പോസിഷൻ, എങ്ങനെയാണ് ഉപയോഗിക്കുന്നതിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. അതിനുശേഷം ഓരോ ടൈപ്പ് പ്രിപ്പോസിഷനെ കുറിച്ച് നമ്മളിങ്ങനെ പഠിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രം എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇത് ഏത് സാഹചര്യത്തിലൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ എന്താണ് ഫ്രം, ഏതെല്ലാം സാഹചര്യത്തിലാണ് ഫ്രം യൂസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ബേസിക് ആയിട്ട് നമ്മളൊരു കാര്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ കോൺവേഴ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പ്രിപ്പോസിഷനാണ് ഈ ഫ്രം എന്ന് പറയുന്നത്. ഇപ്പൊ ഫ്രം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ നമ്മളൊരു സ്റ്റാർട്ടിംഗ് പോയിന്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ഒറിജിൻ, എന്തെങ്കിലും ഒരു സംഭവം ഒറിജിൻ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ, അതായത് അത്തരത്തിലുള്ള സാഹചര്യം ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിനെ കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്തരം കാര്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ഈ ഫ്രം എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത്. അപ്പൊ അത് പല സാഹചര്യത്തിൽ ഡിഫറെന്റ് ആയിട്ടുള്ള പെർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഫ്രം എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമ്മൾ നോർമലി ഉപയോഗിക്കാറുണ്ട്. ഇപ്പം ഫ്രം സ്കൂൾ ടു ഹോം എന്നൊക്കെ പറയില്ല. അപ്പൊ അതായത് സ്കൂൾ മുതൽ. അപ്പൊ ഈ ഫ്രമിന്റെ മലയാള അർത്ഥം എന്ന് പറയുന്നത് മുതൽ എന്നുള്ളതാണ്. അതായത് ഫ്രം അവിടെ മുതൽ ആ ഒരു സ്ഥലം വരെ എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ, അതായത് ഒരു ഡിസ്റ്റൻസ് പറയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്, നമുക്ക് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിനെ കുറിച്ച് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും നമ്മൾ ഈ ഫ്രം എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ മറ്റ് ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഏതെല്ലാം സാഹചര്യത്തിലാണ് ഫ്രം എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ഈ ഫ്രം എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഷോസ് എ പ്ലേസ് ഓർ എ സ്റ്റാർട്ടിംഗ് പോയിന്റ്. നമ്മളൊരു തുടക്കം അല്ലെങ്കിൽ ഒരു പ്ലേസിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ എക്സാമ്പിൾ ഇല്ലേ, ഫ്രം സ്കൂൾ ടു ഹോം എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ ഒരു സംഭവത്തിന്റെ ഒറിജിൻ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സാഹചര്യത്തിലാണ് മെയിൻ ആയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യാം, ഫ്രം എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമുക്ക് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മൾ പറയാണ് എന്താണ്, ഇത് 100 മീറ്റർ റൈസ് സ്റ്റാർട്ട് ഫ്രം ആ ഒരു പോയിന്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു സംഭവം ആ ഒരു പോയിന്റ് ഫ്രം ഹിയർ ടു ദർ, അതായത് 100 മീറ്റർ റൈസ്, അതായത് ഓട്ട മത്സരം നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അവിടെ വരെ ഉണ്ട്. അപ്പൊ ഇവിടെ മുതൽ എന്ന് പറയാൻ ഫ്രം ദിസ് പോയിന്റ് ടു ദാറ്റ് പോയിന്റ്, ഇവിടെ ഈ പോയിന്റ് മുതൽ ആ പോയിന്റ് വരെ എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു സംഭവത്തിന്റെ ഒറിജിൻ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സാഹചര്യത്തിലാണ് നമ്മൾ പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്ന ഒന്നാമത് ഒരു സാഹചര്യം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ വെച്ച് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഐ വാക്ക്ഡ് ഫ്രം ദ മെയിൻ സ്ട്രീറ്റ് ടു എന്താണ്, ഏതെങ്കിലും ഒരു സ്ട്രീറ്റിന്റെ പേര് പറയാം. ഐ വാക്ക്ഡ് ഫ്രം ദ മെയിൻ സ്ട്രീറ്റ് ടു ദ റെഡ് സ്ട്രീറ്റ്. എന്താണ്, നമ്മൾ മെയിൻ സ്ട്രീറ്റിൽ നിന്ന് റെഡ് സ്ട്രീറ്റിലേക്ക് നടന്നു. ഫ്രം മെയിൻ സ്ട്രീറ്റ് ടു ദ റെഡ് സ്ട്രീറ്റ്. ഓക്കെ, അപ്പൊ അത്തരത്തിൽ നമ്മൾ എന്താണ് ഫ്രം ഒരു ഐ വാക്ക്ഡ് ഫ്രം മെയിൻ സ്ട്രീറ്റ് ടു ദ മഹാത്മാഗാന്ധി സ്ട്രീറ്റ്, അപ്പൊ MG സ്ട്രീറ്റ് എന്നൊക്കെ നമ്മൾ പറയാറില്ല. അപ്പൊ അത്തരത്തിൽ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തു നിന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ടിംഗ് ടു എൻഡ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫ്രം എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രം യൂസ് ചെയ്യുന്ന മറ്റൊരു സാഹചര്യമാണ് ഇറ്റ് ഷോസ് എ ടൈം. ഒരു ടൈമിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രം എന്ന് പറയുന്ന ഒരു പ്രിപ്പോസിഷൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പ്രവൃത്തി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ന ദിവസം മുതൽ സ്റ്റാർട്ട് ചെയ്യും, അപ്പൊ അതേപോലെ ഇന്ന സമയം മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യും എന്നൊക്കെ പറയുന്ന ഒരു ടൈം ഫിഗറിനെ നമ്മൾ ഷോ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഫ്രം എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമുക്ക് ഉപയോഗിക്കാം. ടു മേക്ക് ഇറ്റ് മോർ ക്ലിയർ, ഒന്നുകൂടി വിശദമായിട്ട് പറയുകയാണെന്ന് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഐ സ്റ്റാർട്ടഡ് ലേണിംഗ് ഇംഗ്ലീഷ് ഫ്രം സാറ്റർഡേ ഓൺവേഴ്സ്. ഐ സ്റ്റാർട്ടഡ് ലേണിംഗ് ഇംഗ്ലീഷ് ഫ്രം സാറ്റർഡേ ഓൺവേഴ്സ്. എന്താണ്, ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങിയത് കഴിഞ്ഞ ശനിയാഴ്ച മുതലാണ്. അല്ലെങ്കിൽ എന്താണ്, ഐ സ്റ്റാർട്ടഡ് ലേണിംഗ് ഇംഗ്ലീഷ് ഫ്രം സാറ്റർഡേ ഓൺവേഴ്സ്. ശനിയാഴ്ച മുതൽ ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങി. അപ്പൊ ശനിയാഴ്ച തുടങ്ങിയ ഒരു കാര്യം അന്ന് മുതൽ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഫ്രം എന്ന് പറയുന്നത്. അതൊരു ടൈം ആണല്ലോ.
അപ്പൊ ഇത്തരത്തിലുള്ള ടൈമിന്റെ ഫ്രാക്ഷൻസിനെ ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഫ്രം എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഫ്രം യൂസ് ചെയ്യുന്ന മറ്റൊരു സാഹചര്യമാണ് ഇപ്പൊ നമ്മൾ ഒരു മെറ്റീരിയലിനെ ഷോ ചെയ്യാൻ വേണ്ടി. ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ഫർണിച്ചർ ഒക്കെ ഉണ്ടാവും അല്ലെ, അപ്പൊ ഇത്രയൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മെയ്ഡ് ഫ്രം പേപ്പർ അല്ലെങ്കിൽ വുഡ് അല്ലെങ്കിൽ ഫൈബർ എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ അങ്ങനെ അതുകൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞ് അതേപോലെ ഒരു മെറ്റീരിയലിലേക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഫ്രം എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമ്മൾ സാധാരണ രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ചെയർ ഈസ് മെയ്ഡ് ഫ്രം പ്ലാസ്റ്റിക്. എന്താണ് ഈ ചെയർ പ്ലാസ്റ്റിക് നിന്ന് ഉണ്ടാക്കിയതാണ്. അല്ലെങ്കിൽ ദിസ് ടേബിൾ ഈസ് മെയ്ഡ് ഫ്രം സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പൊ ഇത്തരത്തിൽ അതിൽ നിന്നാണ് ഉണ്ടാക്കിയതെന്ന് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതൊരു മെറ്റീരിയലിനെ എന്താണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഇത്തരം സാഹചര്യത്തിലൊക്കെ നമുക്ക് ഈ ഫ്രം എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഫ്രം യൂസ് ചെയ്യുന്ന മറ്റൊരു സാഹചര്യമാണ് വെൻ യു ഷോ എ റീസൺ. ഒരു റീസൺ കാണിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ഈ ഫ്രം എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കാം. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹി ബിക്കം റിച്ച് ഫ്രം ദ ഇൻവെസ്റ്റ്മെന്റ് ഹി മേഡ് ഫോർ ദ ലാസ്റ്റ് 10 years. കഴിഞ്ഞ 10 വർഷമായിട്ട് അദ്ദേഹം ചെയ്ത ഇൻവെസ്റ്റ്മെന്റിൽ നിന്നാണ് അദ്ദേഹം വലിയ പണക്കാരനായി മാറിയത്. ഹി ബിക്കം റിച്ച് ഫ്രം ദ ഇൻവെസ്റ്റ്മെന്റ് ഹി മേഡ് ഇൻ ദ ലാസ്റ്റ് 10 years. കഴിഞ്ഞ 10 വർഷമായിട്ട് അദ്ദേഹം ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റിൽ നിന്നാണ് അദ്ദേഹം റിച്ച് ആയത്. അപ്പൊ ഇത്തരത്തില് ഫ്രം നമ്മൾ എന്താണ് ഒരു റീസണെ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇപ്പം ഫ്രം യൂസ് ചെയ്യുന്ന മറ്റൊരു സാഹചര്യം വെൻ യു ഷോ എ ഫാക്ട്. ഒരു ഫാക്ട് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഫ്രം എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രം ഹിസ് അഡ്വൈസ് വി സ്റ്റാർട്ടഡ് ലേണിംഗ്. ഫ്രം ഹിസ് അഡ്വൈസ് വി സ്റ്റാർട്ടഡ് ലേണിംഗ്. എന്താണ് അദ്ദേഹത്തിന്റെ അഡ്വൈസ് മൂലം ഞങ്ങൾ പഠിക്കാൻ തുടങ്ങി. ഫ്രം ഹിസ് അഡ്വൈസ് വി സ്റ്റാർട്ടഡ് ലേണിംഗ് ഇംഗ്ലീഷ്. ഫ്രം ഹിസ് അഡ്വൈസ് വി സ്റ്റാർട്ടഡ് ലേണിംഗ് ഇംഗ്ലീഷ്. അപ്പൊ ഇത്തരത്തിലൊരു ഫാക്ടിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രം എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഫ്രം യൂസ് ചെയ്യുന്ന മറ്റൊരു സാഹചര്യമാണ് ഇപ്പൊ എന്തെങ്കിലും ഒരു റിമൂവലിനെ കുറിച്ചൊക്കെ പറയാം. അതായത് എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് ഒഴിവാക്കുന്ന കാര്യത്തെ കുറിച്ചൊക്കെ പറയുന്ന സാഹചര്യത്തിൽ നമുക്ക് ഈ ഫ്രം എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമുക്ക് ഉപയോഗിക്കാം. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നെങ്കിൽ ഐ ഹാവ് വിഡ്രോ മണി ഫ്രം മൈ ബാങ്ക്. ഐ ഹാവ് വിഡ്രോ മണി ഫ്രം മൈ ബാങ്ക്. ഇത് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഞാൻ പണം പിൻവലിച്ചു. അപ്പൊ എന്തെങ്കിലും ഒരു സംഭവം ഇവിടെ പണം എന്ന് പറയുന്ന സാധനം നമ്മൾ റിമൂവ് ചെയ്തിരിക്കുക അല്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റിയിരിക്കുകയാണ്. അപ്പൊ ഇത്തരത്തിലെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഫ്രം എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പൊ നമ്മൾ അതുപോലെ തന്നെ ഫ്രം യൂസ് ചെയ്യുന്ന മറ്റൊരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്തെങ്കിലും ഒരു റിലേഷനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ഈ ഫ്രം എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമുക്ക് ഉപയോഗിക്കാം. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ബുക്ക് ഈസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം ദാറ്റ് ബുക്ക്. ദിസ് ബുക്ക് ഈസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം ദാറ്റ് ബുക്ക്. ഈ ബുക്ക് ആ ബുക്കിനേക്കാളും വളരെയധികം വ്യത്യസ്തമാണ്. അപ്പൊ അത്തരത്തിൽ ആ രണ്ട് ബുക്കുകൾ തമ്മിലുള്ള റിലേഷൻ. അല്ലെങ്കിൽ നമുക്ക് പറയുകയാണെങ്കിൽ ഹിസ് ബ്രദർ ഈസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം ഹിസ് ഫാദർ. അവന്റെ അച്ഛനെ ഹിസ് ബ്രദർ അവന്റെ സഹോദരൻ അവന്റെ അച്ഛനേക്കാളും വ്യത്യാസമുണ്ട്. ഹിസ് ബ്രദർ ഈസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം ഹിം അല്ലെങ്കിൽ ഡിഫറെന്റ് ഫ്രം ഹിസ് ഫാദർ. അവന്റെ അച്ഛനേക്കാളും ഒക്കെ ഡിഫറെന്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു എന്താണ് ഒരു റിലേഷനൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഫ്രം എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ നമ്മൾ വെൻ യു ടോക്ക് അബൌട്ട് എനി കൈൻഡ് ഓഫ് പ്രൊട്ടക്ഷൻ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രൊട്ടക്ഷൻ തരുന്ന എന്തെങ്കിലും സംഭവത്തെ കുറിച്ചൊക്കെ നമുക്ക് പറയുന്ന സാഹചര്യത്തിൽ നമുക്ക് ഈ എന്താണ് ഫ്രം എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമുക്ക് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എ ഷെൽട്ടർ ഹെൽപ്ഡ് മീ ഫ്രം സ്റ്റോം. എ ഷെൽട്ടർ ഹെൽപ്ഡ് മീ ഫ്രം സ്റ്റോം. ഒരു കൊടുങ്കാറ്റിൽ നിന്ന് ഒരു ഷെൽട്ടർ, ആ ഷെൽട്ടറിന്റെ ഉള്ളിൽ കയറി നിന്നുകൊണ്ട് അതുമൂലം ഞാൻ രക്ഷപ്പെട്ടു. അപ്പൊ ഒരു ഹെൽപ്പാണ് എനിക്ക് അവിടെ കിട്ടിയിരിക്കുന്നത്, ഒരു പ്രൊട്ടക്ഷനാണ്. ആ ഷെൽട്ടർ എന്ന് പറയുന്ന സംഭവം നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ തന്നു. അപ്പൊ ഇത്തരത്തിലൊരു പ്രൊട്ടക്ഷൻ പോലുള്ള അത്തരത്തിലുള്ള കാര്യത്തെ കുറിച്ച് നമ്മൾ സേഫ് ചെയ്യുന്ന ഒരു കാര്യത്തെ കുറിച്ച് നമുക്ക് പറയുമ്പോൾ വി കൻ യൂസ് ദിസ് ഫ്രം. അല്ലെ, ഈ ഫ്രം എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ അതുപോലെ ഫ്രം യൂസ് ചെയ്യുന്ന മറ്റൊരു സാഹചര്യമാണ് വെൻ യു ടോക്ക് അബൌട്ട് എ റേഞ്ച്. ഇപ്പൊ ഈ എസ്പെഷ്യലി പ്രൈസ് റേഞ്ചിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇപ്പം എന്താ അറിയില്ലേ, പ്രൈസിന്റെ ഒക്കെ ഇപ്പൊ എന്തെങ്കിലും ഒരു വസ്തുവിന്റെ ഒക്കെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്ന ഇൻ ബിറ്റ്വീൻ ഇത്ര പൈസയുടെ എടുക്കാന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഒരു പ്രൈസ് റേഞ്ച് അല്ലെങ്കിൽ ഒരു റേഞ്ചിനെ കുറിച്ചൊക്കെ പറയുന്ന സാഹചര്യത്തിൽ നമുക്ക് ഈ ഫ്രം എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമുക്ക് ഉപയോഗിക്കാം.
ഒരു എക്സാമ്പിൾ പറയുകയാണെന്നെങ്കിൽ ദ കോസ്റ്റ് ഓഫ് ദിസ് ബുക്ക് റേഞ്ച് ഫ്രം 9 rupees to 15 rupees. അതായത് ഈ ബുക്കിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 9 രൂപയ്ക്കും 15 രൂപയ്ക്കും ഇടയിലാണ്. ദ കോസ്റ്റ് ഓഫ് ദിസ് ബുക്ക് റേഞ്ച് ഫ്രം 5 rupees to 10 rupees. അപ്പൊ അത്തരത്തിലൊരു പ്രൈസ് റേഞ്ച് പറയുന്ന കാര്യത്തിലൊക്കെ നമുക്ക് ഫ്രം ടു അല്ലേ, ഇത് മുതൽ അതുവരെ. അപ്പൊ മുതൽ എന്ന് പറയുന്ന ഒരു സാഹചര്യം, ആ ഒരു ഇൻ ബിറ്റ്വീൻ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു പ്രൈസ് റേഞ്ച് പറയാൻ വേണ്ടിയിട്ട് ഇത്ര മുതൽ ഇത്ര വരെയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പറയാ, ഈ ഫ്രം എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ഈ ഇത്രയും സാഹചര്യങ്ങളിലാണ് നമ്മൾ ഫ്രം എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത്. അപ്പൊ ഫ്രമിന്റെ മലയാളം മീനിങ് എന്ന് പറയുന്നത് മുതലാണ്. അപ്പൊ മുതൽ എന്ന് തുടങ്ങുന്ന ഏതൊരു സാഹചര്യത്തിലും നമുക്ക് എന്താണ് ഈ പറയുന്ന ഫ്രം എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഫ്രം എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഏതെല്ലാം സാഹചര്യത്തിലാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ എടുത്ത കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ കമന്റ് ഓൺ ദ കമന്റ് സെക്ഷൻ. അപ്പോൾ ഇനിയും നിങ്ങൾ ഞങ്ങളുടെ ചാനലിൽ ഈ വീഡിയോസ് ഒക്കെ കാണുന്ന ഒരാളാണ്, പക്ഷേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. Thank you so much for your time.